GK വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൺവ്യൂ ബീച്ച് റിസോർട്ട് വർക്കല, കൊല്ലം വർക്കലയിലുള്ള ബീച്ച് റിസോർട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള റിസോർട്ടുകളുണ്ട്. പഴയ വീടിൻ്റെ പോലെയുണ്ട്, പുതിയ വീടിൻ്റെ പോലെയുണ്ട്, പിന്നെ കോട്ടേജുകളുണ്ട്, 2 നില കോട്ടേജുകളുണ്ട്. അപ്പോൾ ഓരോത്തിനും ഓരോ റേറ്റാണ്. പ്രത്യേകം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നോക്കി കഴിഞ്ഞാൽ കടലാണ്. കടലിനോട് ചേർന്നിട്ടുള്ള ബീച്ച് റിസോർട്ടാണ്. നീന്തി കളിക്കാൻ പറ്റുന്ന കടലാണ്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. പിന്നെ അതിനോട് കുറേ റിസോർട്ടുകളുണ്ട്. മദാമ്മമാരൊക്കെ വന്നിട്ടുണ്ട്. ഈ സൺവ്യൂ ബീച്ച് റിസോർട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് ആ വലിയ റിസോർട്ടിൻ്റെ 3ാം നിലയിലാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളും തറവാട് മോഡല് റിസോർട്ട്. കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റിയവർക്ക് വരാൻ പറ്റിയൊരു റിസോർട്ടാണ് കേട്ടോ. അതുപോലെ കപ്പിൾസിന്, ഫാമിലിക്ക് ഗെറ്റ് ടുഗദർ, ഫ്രണ്ട്സിന്, അങ്ങനെ ഫ്രണ്ട്സായിട്ട് അടിച്ച് വിളിക്കാനും ഹണിമൂൺ കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ നല്ല ഒന്നാന്തര റിസോർട്ടുകളാണ്. ഇതിനൊക്കെ ഒരു 6000-5000 വരും പെർ ഡേ. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ 4000 അല്ലേ? നമ്മൾ താമസിക്കുന്നത് 4000 അല്ലേ? പിന്നെ ഓരോ റേറ്റാണ്, സീസൺ റേറ്റാണ്. ഫുഡിന് വേറെ സെപ്പറേറ്റ്. ഫുഡ് തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ പൂളെല്ലാവർക്കും ഉപയോഗിക്കാം. അങ്ങനത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിൻ്റെ തുടർന്നിട്ടുള്ള വീഡിയോസൊക്കെ കാണാം. ഇതാണ് ഞങ്ങളുടെ റൂം. ബാത്റൂം, ലൈറ്റില്ലേ? ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം. ഞങ്ങളുടെ റൂമിൽ നിന്ന് നേരെ നോക്കിയിട്ട് കാണുന്ന വ്യൂ ആണത്. കടലൊക്കെ നല്ല ശാന്തമാണ് ഇവിടെ. വലിയ തിരയും കാര്യങ്ങളൊന്നുമില്ല. നല്ല തെളിഞ്ഞ വെള്ളമാണ്. സെൽഫ് ഇതല്ലേ? ഇഡ്ലി, സാമ്പാർ, ഫ്രൂട്ട്സ്, ചട്നി. കുട്ടികളൊക്കെ കൊണ്ട് പറ്റിച്ചാണല്ലേ?
ചട്ടി പൊട്ടിക്കണ പറയണേ എക്സ്ട്രാ പൈസ ഫ്രഷ് ജ്യൂസ് ഒരു ടേബിളിലേക്ക് എന്തുട്ടാന്ന് അറിയില്ല മോനെ. Both are same, no? No, this is bread roast. Allah, idu madu. അതാ വിളിക്കുന്നത് ഞാൻ മോള് കുറച്ച് നിങ്ങളെ കുട്ടി ഹായ് പറഞ്ഞേ, കുട്ടി ഹായ് പറഞ്ഞേ. വേണ്ടേ ഹായ് പറയണ്ടേ? എങ്ങനെ പോണേ? അമ്മേനെ പിടിച്ചു, അമ്മേനെ പിടിച്ചു. Tangu, you want it, please? Gidwa, gidwa. അടിയിലിരുന്ന തവള കൂടല്ലേ കൂടുതൽ ഫുഡ് കഴിച്ചുള്ള മാറ്റമുണ്ട് മാഡം, ഫുഡ് കഴിച്ചുള്ള മാറ്റമുണ്ട്. ടാറ്റ പറഞ്ഞേ. മതി മതി ഇറങ്ങും നിങ്ങൾ രണ്ടുപേരും. ഇനി ഞാൻ ഒറ്റ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ബീച്ച് വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങി. മച്ച മച്ച ആ തിരുവമ്പാടി ഈ ലൊക്കേഷൻ തന്നെയാ. അണ്ണ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, കയ്യിലുണ്ട് കയ്യിലുണ്ട് കയ്യിലുണ്ട്. എന്ത് വേണ്ട കുട്ടിക്ക്? കണ്ണൻ്റെ കണ്ണൻ്റെ ക്ലാസ്. ഹായ്, ബീച്ച് രസിക്കാൻ പറ്റിയ കസേരകൾ. എല്ലാ ക്ലിപ്സും ചേർത്തിട്ടൊരു വീഡിയോ, അതാണ് ഞാൻ. ഹായ്, പക്ക ഗോവ മൂഡ്. ഇവിടെയൊന്നും മറ്റേ പോലെ ഷൂട്ട് ചെയ്തു അല്ലേ? അപ്പം നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ബീച്ചിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റും അതുപോലെ ഹോം സ്റ്റേൻ്റെയും ഇടയിലൂടെയുള്ള വഴി കൂടിയാണ്. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട്, ലെഫ്റ്റ് സൈഡിൽ റെസ്റ്റോറൻറ്റ്. ബീച്ചിലേക്ക് നോക്കിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റുകളാണ്. അപ്പോൾ അതുകൂടിയാണ് നമ്മൾ ചെറിയ ബീച്ചിലേക്ക് നടന്നു പോണത്. ബീച്ച് റിസോർട്ട്, വുഡ് ഹൗസ്. ഇനി ഇവിടെ എടുക്കുന്നേ എത്ര എടുക്കണേ മതി. വെള്ളത്തിൽ കളിക്കാൻ പോവാ. അയ്യോ വെള്ളം. നല്ല തെളിഞ്ഞ വെള്ളാട്ടോ അവിടുത്തെ.
ഓ മൊബൈൽ ഉണ്ടല്ലോ പോക്കറ്റില്ലേ മൊബൈൽ എന്നറിയും ഞാൻ ആ ടീമിൽ അവര് ഗോപുറ കയ്യിൽ പിടിച്ചിട്ട് മണല് കയറില്ലേ ആ ശരിയാ നീന്താമ്പോ ഓക്കെ ഇറങ്ങി നീന്താ വരുന്നത് കുഴപ്പമില്ലാത്തൊരു തിരയാണ് ഇവിടെ എത്താൻ ചാൻസ് ഉണ്ട് പറയുന്നുണ്ട് കറുത്ത ഉണ്ടാവും ബീച്ചിനെ കുറിച്ച് നാല് വാർത്ത പറഞ്ഞു. ബീച്ച് എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായ ബീച്ചാണിത്. മിനി ഗോവ എന്ന് തന്നെ പറയാം. നമ്മുടെ വർക്കലയിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം പാതിരാക്കാറ്റ് വീശുമ്പോൾ ഉണ്ടാകുന്ന തിരകളാണ് ഈ ബീച്ചിൽ കാണപ്പെടുന്നത്. ബീച്ച് എങ്ങനെയുണ്ട്? ബീച്ച് എങ്ങനെയുണ്ട്? കറക്റ്റ് തിര ഏതപ്പോ നോക്കിയേ. അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി അടിപൊളി. അത് മാറ്റാൻ പറ്റുമോ? എന്താ ചെയ്യണ്ട പറ. മാഡത്തിന്റെ മുടി മാറ്റണം അല്ലെങ്കിൽ എന്നെ കാണില്ല. അത് പറ്റില്ല ഈ മുടി മാറ്റണം. നീ എവിടെ ഗ്യാപ്പ് കയറ്. ഈ ഗ്യാപ്പ് കയറ്, ഇവിടെ കയറ്. ഗ്യാപ്പ് തരുമോ? അങ്ങോട്ട് തിരിഞ്ഞോളൂ. 1 2 3 എന്ത് സംഭവം അപ്പം ഞങ്ങൾ കുറേ നേരം ബീച്ചിലൊക്കെ കളിച്ചിട്ട് നേരെ റിസോർട്ടിലേക്ക് തന്നെ തിരിച്ച് നടന്നു തുടങ്ങി. ബീച്ചിൽ ഞങ്ങളാരും ഇറങ്ങിയില്ല, ജസ്റ്റ് ഒന്ന് കാലൊക്കെ ഒന്ന് നനച്ചു, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ചെറിയ കുട്ടികളും ഫാമിലിക്കുള്ള കാരണമാണ് ഞങ്ങളാരും ഇറങ്ങിയില്ല. ഞങ്ങൾ പിറ്റേ ദിവസം നാളേക്ക് ഇറങ്ങാം എന്നുള്ളൊരു പ്ലാനിൽ തിരിച്ചു. ഇനി ഞങ്ങൾ റിസോർട്ടിൽ ഒരു പൂളുണ്ട്, ആ പൂളിൽ പോയിട്ട് ഇറങ്ങി തീർക്കാനുള്ള ഒരു പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് പൂളിലത്തെ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയുള്ള ഭക്ഷണം. അപ്പോൾ അതാണ് പ്ലാൻ. അപ്പോൾ പൂളിൽ എല്ലാവരും കൂടി ഇറങ്ങാനുള്ള പോക്കാണ് ഇപ്പോൾ പോണത്. കാലിടടാ കണ്ണ കണ്ണെങ്ങനെ ആക്കും കാല് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടാ. ഹായ് തങ്കു ഹായ് പറഞ്ഞേ. തങ്കു ഹായ് പറയ്. ഓക്കെ
ഇവിടുന്ന് ലൈറ്റിങ് ഇപ്പൊ അവിടെ നിങ്ങടാ അപ്പൊ പൂളിന്ന് കേരളമായിട്ടുള്ള വരും പരുത്തി. നിക്ക് പറയണ്ടേ ചാടിയില്ലേ ചാടാൻ പോയിട്ട് പോയി അത് പോയി. കഴിഞ്ഞു കഥ. ഞങ്ങള് ഉച്ചക്കത്തെ ഭക്ഷണത്തിനുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. അതെ ബീച്ചും മറ്റേ കുറെ നേരമായി വെയിറ്റ് ചെയ്യണു. ബാംഗ്ലൂർ ഡേയ്സ് മ്യൂസിക് അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും ഭക്ഷണമൊക്കെ എത്തി. കുറച്ച് ലേറ്റായി ഭക്ഷണം കഴിക്കാൻ, കാരണം പൂളിൽ നിന്നൊക്കെ കയറുമ്പോഴേക്കും ഏകദേശം ഒരു 3-3:30 ആയി. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണം 3 മണി വരെ ഉള്ളൂന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ അറേഞ്ച് ചെയ്ത് തന്നു. അറേഞ്ച് ചെയ്തല്ല, അവർ നമുക്കുള്ള ഭക്ഷണം അവിടെ ഓൾറെഡി ബുക്ക് ചെയ്ത കാരണം കൊണ്ട് നമുക്കുള്ളത് ഉണ്ടായിരുന്നു. നമ്മൾ ചോറിനൊപ്പം മീൻ കറി, അതുപോലെ കൊഞ്ച് ഫ്രൈ, ഫ്രൈഡ് റൈസ്, അങ്ങനത്തെ കൊഞ്ച് ഫ്രൈ, ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ടായിരുന്നു, മീൻ കറി, അങ്ങനെ ഊണിൻ്റെ ഒപ്പം പിന്നെ എക്സ്ട്രാ സാമ്പാർ കിട്ടുമെന്ന് അങ്ങനെ. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കൽ തുടങ്ങി. വയറിനടച്ച് കഴിക്കാം നമുക്ക്. ഭക്ഷണത്തിനൊന്നും ക്ഷാമമില്ല. ക്ഷാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്ര വേണമെങ്കിലും കൊണ്ടുതരും. അതിനനുസരിച്ചുള്ള ബില്ലും അവർ കൊണ്ടുതരും. വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം കടലൊക്കെ കണ്ട് ഞങ്ങളൊരു ഉറങ്ങാനുള്ള ഒരു മൂഡിലായിരുന്നു. അങ്ങനെ കടലൊക്കെ കുറച്ച് നേരം കണ്ട് ഉറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ ഒരു 7 മണിക്ക് ഞങ്ങൾ ഉറക്കൊക്കെ കഴിഞ്ഞ് എണീച്ച് ചായയൊക്കെ കുടിച്ചൊരു 10-10:30 മണി വരെ ഞങ്ങൾ റിസോർട്ടിൻ്റെ മുമ്പിലിരുന്ന് കളിച്ച് കുറേ നേരമൊക്കെ കഴിഞ്ഞിട്ട് 10:30 ഭക്ഷണം കഴിച്ചു. ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയും ചിക്കൻ കറിയും വെജിറ്റേറിയൻ കറിയൊക്കെ ആയിരുന്നു ഭക്ഷണം. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറായിരുന്നു രാത്രി. കടലിനോട് ചേർന്ന് ഇരുന്നിട്ടായിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. നാളത്തെ ഒരു ദിവസത്തെ വീഡിയോ ഇനി വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ ബൈ.